എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഇവിടെ വളരെ ഹെൽത്തിയായ ടേസ്റ്റിയായ സേമിയ ഉപ്മ ഉണ്ടാക്കുന്ന വിധമാണ് കാണിക്കുന്നത്. ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ: 1 കപ്പ് വെർമിസെല്ലി, 2 കപ്പ് വെള്ളം, കറിവേപ്പില 2 തണ്ട്, ഇഞ്ചി പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ഓരോ ടീസ്പൂൺ വീതം, ഉള്ളി ചെറുതായി അരിഞ്ഞത് 2 ടേബിൾ സ്പൂൺ, ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത് 1/2 കപ്പ്, കടുക് താളിക്കാൻ ആവശ്യത്തിന് 1 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, എണ്ണ 1 ടേബിൾ സ്പൂൺ. ഇവിടെ എടുത്തിരിക്കുന്നത് റൈസ് ബ്രാൻ ഓയിലാണ്. വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടാക്കി കടുക് വറക്കുക. അതിലേക്ക് ആദ്യം നമുക്ക് ഇഞ്ചിയും പച്ചമുളകും അരിഞ്ഞെടുത്ത് വഴറ്റാം. അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് വഴന്നു വരുമ്പോൾ അതിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റുക. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന വെർമിസെല്ലി ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കണം. വെർമിസെല്ലി കരിഞ്ഞു പോകാതെ ഒരു ഇളം നിറമാകുന്നത് വരെ വഴറ്റുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. കണ്ടോ, ലൈറ്റ് ബ്രൗൺ നിറം ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. സേമിയ എത്ര എടുക്കുന്നോ അതിൻ്റെ നേരെ ഇരട്ടി വേണം വെള്ളം എടുക്കാൻ. നന്നായിട്ടൊന്ന് ഇളക്കി തിളപ്പിക്കുക. ഉപ്പുമാവ് പാകമാകുന്നത് വരെ തീ ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇടണം. ചെറിയ തീയിൽ അടച്ചു വെച്ച് കഴിഞ്ഞാൽ അത് കുഴയാൻ സാധ്യതയുണ്ട്. ഈ ഉപ്പുമാവ് കുഴഞ്ഞിരുന്നാൽ കൊള്ളുകയില്ല. തിളച്ചതിന് ശേഷം പാത്രം മൂടി വയ്ക്കുക. 2 മിനിറ്റ് കഴിയുമ്പോൾ മൂടി തുറന്ന് നന്നായിട്ട് ഇളക്കുക. വീണ്ടും ഒരു 2 മിനിറ്റ് കൂടി അടച്ചു വെച്ച് വേവിക്കുക. ഈ ഉപ്പുമാവിൻ്റെ പാചക സമയം 4 മിനിറ്റാണ്. ഇപ്പോഴത് കറക്റ്റ് വേവായി. ഇതിലെ വെള്ളമെല്ലാം വറ്റി. നന്നായിട്ടൊന്ന് ഇളക്കി അതിലെ വെള്ളമയം എല്ലാം മാറ്റിയെടുക്കുക. ഇതിൻ്റെ പാകമെന്ന് പറയുന്നത് കട്ട കെട്ടാതെ കയ്യിൽ ഒട്ടിപ്പിടിക്കാതെ ഇരിക്കുന്നതായിരിക്കണം. കണ്ടോ, അതിൻ്റെ വെള്ളമെല്ലാം വറ്റി ഒന്നിലൊന്നിൽ തൊടാത്ത പരുവമായി. ഇത് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന വളരെ സ്വാദിഷ്ടമായതും ഹെൽത്തി ആയതുമായ ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. ഇനി നമുക്കിതിനെ സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇന്ന് തന്നെ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കണം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.